ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഔട്ടിങ്ങിന് ഇറങ്ങിയേക്കാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഔട്ടിങ്ങിന് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇൻട്രോ ഞങ്ങൾ വെളിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. തന്നെ ബീച്ചിൽ പോകാനാണ് പ്ലാൻ. ബീച്ചിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മൂവിക്ക് പോകുന്നുണ്ട്. ഒരു തമിഴ് മൂവിയാണ് കേട്ടോ. അപ്പം നമ്മൾ വഴിയെ കാണിച്ചത്. അപ്പോൾ ഗൈസ്, ഹസ്ബൻഡ് ഇതേ വന്നിട്ടുണ്ട്. അതെ, വന്നിട്ടുണ്ട്. അവൻ നല്ല ബ്ലാക്ക് ഒക്കെ ഇട്ട് വന്നേണേ. ഞാൻ നല്ല ഓറഞ്ച് ഡ്രസ്സൊക്കെ ഇട്ട് വന്നേനെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഏത് സിനിമയാണ് കാണാൻ പോണേ? തമിഴ് പടാം കേട്ടോ. അടിപൊളി പടാന്ന് കേട്ടെ, ഡ്രാഗൺ. അപ്പോൾ അത് നമ്മൾ കാണാൻ പോകുന്നുണ്ട്. ചേട്ടൻ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്, അവരെയും കൂടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഞങ്ങൾ. അതിന് നേരെ ഞങ്ങൾ ബീച്ചിൽ പോകും. അത് കഴിഞ്ഞാൽ സിനിമ. അങ്ങനെ ഞങ്ങളെല്ലാവരും നേരെ കാറെടുത്ത് കോപ്പർ ബീച്ചിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ആ ടീം മൊത്തം അവിടെ ഉണ്ടായിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അടിപൊളി ബീച്ചായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ചെന്നൈയിൽ തന്നെയുള്ള കോപ്പർ ബീച്ചായിരുന്നു കേട്ടോ. അവിടെ ഫിഷിംഗ് ഒക്കെ നടക്കുന്ന ഏരിയ ആയിരുന്നു. അപ്പം ഞങ്ങളവിടെ എത്തി കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിച്ചു. ബീച്ചിലിങ്ങനെ അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബഹളവും കാര്യങ്ങളൊന്നുമില്ല. നല്ല റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചായിട്ടാണ്. ഞങ്ങൾക്ക് ആരും അങ്ങനെ ഇല്ലാത്ത ബീച്ചിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ചെന്നൈയിലെ കോപ്പർ ബീച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ നേരം അവിടെയൊക്കെ നടന്നു. അപ്പോൾ കുറേ നമ്മൾ കക്ക കണ്ടു കേട്ടോ. അങ്ങനെ കുറേ സ്ഥലത്ത് കുറേയധികം കക്ക കണ്ടു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് പറക്കി കളിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. അതിന് നേരെ ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകണം. ഞങ്ങൾക്ക് 7:15 സിനിമ സ്റ്റാർട്ട് ചെയ്യും. ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമയായിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കണം. ടിക്കറ്റ് മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്നാലും ബീച്ചിൽ കുറച്ച് നേരം ഇരിക്കാം, ഇങ്ങനെ റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് നടന്നത്. പക്ഷേ എല്ലാവർക്കും ബീച്ചിൽ പിന്നെ കളിക്കണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ ഫുൾ എല്ലാവരും നനഞ്ഞ് ചീഞ്ഞൊക്കെയാണ് പിന്നെ പോയത്. എന്നാലും മാക്സിമം നനയാണ്ടിരിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും ബീച്ചിൽ പോകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ കളിക്കണം എന്നൊരു ആഗ്രഹമായിരിക്കില്ല. പിന്നെ ചേട്ടൻ ആ കക്കാനൊക്കെ എടുത്ത് നോക്കി അതിങ്ങനെ ഓടി നടക്കണമായിരുന്നു. അതിൻ്റെ നിറയെ ഫ്ലഷ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കി എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടക്കായിരുന്നു. Wow! പിന്നെ ഇന്നത്തെ സ്കൈ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു പർപ്പിൾ കളറിൽ. അപ്പോൾ കുറച്ച് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. നല്ല രസമായതുകൊണ്ട് പിന്നെ ബേർഡ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്പിങ്സ് ആണ് കേട്ടോ. എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡി സിനിമാസിലാണ്. അപ്പോൾ നമ്മൾ വന്നേക്കണത് ഡ്രാഗൺ എന്ന് പറഞ്ഞ മൂവിക്കാണ് കേട്ടോ. തമിഴ് മൂവിയാണ്. അപ്പോൾ PVRലാണ് നമ്മൾ മൂവിക്ക് വന്നേക്കണേ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ PVRലൊക്കെ വന്ന് നമ്മൾ നമ്മുടെ തിയേറ്ററിൽ നമ്മുടെ ഡോറിൻ്റെ അവിടേക്ക് പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് കയറി. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ടൈമിന് തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും നേരത്തെ തന്നെ തിയേറ്ററിലെത്തി. जब जब वो लेता था पैसे उधार, पर अब वो दौर नहीं. 6 साल से प्रधानमंत्री मोदी जी सीधे അപ്പോൾ ഞങ്ങൾ മൂവി എല്ലാം കഴിഞ്ഞ് വന്നു. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ ഒരു റെസ്റ്റോ ബാർ ഉണ്ട്, അവിടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വന്നിരിക്കണേ. ഇത് റെസ്റ്റോ ബാർ. അങ്ങനെ മാക്കോ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ നേരെ എത്തിയത്. ഭയങ്കര വൈബുള്ളൊരു സ്ഥലമായിരുന്നു. നമുക്ക് ചെറിയൊരു ബാംഗ്ലൂർ പോലെ തോന്നും. ഫുൾ DJ പാർട്ടി വൈബ് അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എല്ലാവർക്കും നല്ല വിശക്കുണ്ടായിരുന്നു. ഒരു 10:30 സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് ഓർഡർ ചെയ്തു. ഇതിൻ്റെ പേര് വന്നിട്ട് ടാക്കോസ് എന്നായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക്
എല്ലാവർക്കും കഴിക്കാനുള്ള ക്വാണ്ടിറ്റി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ ചിക്കൻ ലോലിപോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചിക്കൻ ലോലിപോപ്പ് ഭയങ്കര സ്പൈസി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി സ്പൈസി ആയിരുന്നു. പിന്നെ കുറച്ച് ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും അതിൽ തന്നെ പനീറും കൂടി ആഡ് ചെയ്തിട്ടുള്ളതായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സ്വീറ്റിൻ്റെ ഐറ്റം ഉണ്ടായിരുന്നു. അത് എന്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഈ ചിക്കൻ ലോലിപോപ്പ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര സ്പൈസി ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഡാൻസ് കളിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടാണ്. അങ്ങനെ ഫുള്ള് ലാസ്റ്റത്തെ സോങ് 2-3 ഞാൻ വീഡിയോ എടുത്തു. ലൈറ്റായിട്ടൊരു സോങ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഭയങ്കര ഫാസ്റ്റ് നമ്പർ ഉണ്ടായിരുന്നു. ഇതിലെല്ലാം നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഹായ് കൊടുത്തേ. സേ ഹായ്, സേ ബൈ.